ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് പോയെന്നാണ് ചിലരുടെ പരാതി. ആ എഴുന്നേറ്റ് പോയത് പുറത്തേക്ക് പോയതല്ല, അവർ പ്രധാനമായി 3 സെഷനുകളായി പിന്നെ തിരികെയാണ്. പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറി വേറെ 2 ഓഡിറ്റോറിയം കൂടി ക്രമീകരിച്ചിരുന്നു. അതിലൊരു ഓഡിറ്റോറിയത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ IAS നേതൃത്വം നൽകുന്ന ഒരു സെഷനായിരുന്നു മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടത്. അത് പ്രധാന ഓഡിറ്റോറിയത്തിൽ. അതിൽ പങ്കെടുക്കുന്നവർ മാത്രമേ പിന്നെ അവിടെ ഇരിക്കേണ്ടതുള്ളൂ. മറ്റൊരു ഓഡിറ്റോറിയത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന EK നായർ നയിച്ചിരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സെമിനാർ. മറ്റൊന്ന് മുൻ DGP ആയിരുന്ന ജേക്കബ് ഉന്നൂസ് നയിച്ചിരുന്ന. അതിലെല്ലാം പ്രത്യേകമായ പ്രഗത്ഭന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും സാങ്കേതിക വിദഗ്ധരും ഇത് സംബന്ധിച്ച് പ്രത്യേകമായ അഭിപ്രായം പറയാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അതിൽ ഓരോ സെമിനാറിലേക്ക് ആർക്ക് താല്പര്യമുണ്ടോ അതിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു. അതാണ് ഈ ഇടയ്ക്ക് വന്ന 640 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിലൊരു സെമിനാറിൽ പോകാൻ താല്പര്യപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ വിവിധ സെമിനാറിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായി പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ പിന്നെ നോക്കുമ്പോൾ ആദ്യ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളും എന്നെ കാണില്ല, മറ്റേ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇതാണ് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ചില പ്രചരണങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് ഈ അവസാനമായൊരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഈ 3 സെമിനാറിലും ഉരുത്തിരിഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട ഭാവി വികസന സങ്കല്പങ്ങളെ അവരെങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു എന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു, ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവിടെ ഈ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചു. അവസാനം കൺക്ലൂഡിങ് സ്പീച്ച് നടത്തിയിരുന്ന ഞാനാണ്. അപ്പോൾ ആ കാര്യത്തിൽ അവരെല്ലാം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നാളുകളിൽ പ്രാവർത്തികമാക്കാൻ ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചിച്ച് ഒരു 18 കമ്മിറ്റിയെ ആ സമ്മേളനം തെരഞ്ഞെടുത്തു, ആ സംഗമം തെരഞ്ഞെടുത്തു. ആ 18 കമ്മിറ്റി ഈ വന്ന നിർദ്ദേശങ്ങളെല്ലാം എഴുതി തരുന്ന ഉൾപ്പെടെ പരിശോധിച്ച് ക്രോഡീകരിച്ച് പരിശോധിച്ച് എന്തൊക്കെ അതിൽ തീർപ്പാക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി എന്ന രൂപത്തിലാണ് അതിനെ തെരഞ്ഞെടുത്തത്. അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ഓരോന്ന് പരിശോധിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിലും ബഹുജന സമക്ഷവും അത് അവതരിപ്പിക്കും. അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള അവസരമുണ്ടാവും. അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ, നമ്മൾ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള തുടക്കം കുറിക്കുക. ഇത് കേവലം ഒരു പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച സംഘവുമല്ല. അവിടെ വന്നിട്ടുള്ള ഫലപ്രദമായ ക്രിയാത്മക നിർദ്ദേശങ്ങളും പശ്ചാത്തല വികസന സൗകര്യങ്ങളും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്ന ആത്യന്തിക ലക്ഷ്യവും നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന രൂപത്തിൽ തന്നെ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് പൊതുവിൽ നിർദ്ദേശിക്കാൻ. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഈ ഒഴിഞ്ഞ കസേരകൾ AI നിർമ്മിതിയാണെന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്? അല്ല, അത് ഇപ്പോൾ അദ്ദേഹം ഈ കാര്യം നേരത്തെ തന്നെ ഉള്ളടക്കം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വിശദീകരിച്ചു, കൃത്യമായി നമ്പർ സഹിതമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ ഒഴിഞ്ഞ കസേരകൾ എടുത്തത് ഞങ്ങൾ നേരിൽ കണ്ടതാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ ചില കൂട്ടർ വന്നത് എടുത്തുകൊണ്ട് പോയിട്ട് അത് കൊടുത്തു തുടങ്ങിയത് പിന്നെ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികം. ഒരു തുടക്കഘട്ടത്തിൽ ആദ്യം കുറേ എണ്ണം വരും. അതിൻ്റെ തുടക്കം ആരംഭിക്കുന്ന ഞാൻ ഓരോ ടൈം വെച്ച് ഞാൻ പറഞ്ഞല്ലോ, 9:55 എത്തുമ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന രൂപത്തിലേക്ക്, പെട്ടെന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് 8 മണിക്കും 7:30 മണിക്കും എടുത്തവർക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് വെച്ചൊരു പ്രചരണം നടത്തി രാഷ്ട്രീയ അതിനകത്ത് പല സംഘടിത താല്പര്യങ്ങളുണ്ടാവും. അതിനൊന്നും ഞങ്ങൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ ചെയ്യട്ടെ. പക്ഷേ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തിയവർ ഇന്നലെ ലാസ്റ്റിൽ ഒരു മാധ്യമം ആ രൂപത്തിൽ സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ കണക്കുകൾ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ച മാധ്യമങ്ങളുമുണ്ട് ഭൂരിപക്ഷം. അവരാരും ഇന്നത്തെ മാധ്യമങ്ങൾ പത്രങ്ങളെടുത്തു, എല്ലാ പത്രങ്ങളിലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. കൃത്യമായി ആ ഓഡിയൻസിൻ്റെ പടം സഹിതം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല.